നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് സലാഡാണ്. ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നമ്മളൊന്നും മിക്സ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് ഉപയോഗിക്കുന്നത് ഒന്ന് പാല് വേണം, പിന്നെ ആപ്പിൾ, പൊമഗ്രനേറ്റ്, പഴം, തൈര്, ഒരു 2 സ്പൂൺ തൈര്, കുറച്ച് ഫ്രഷ് ക്രീം, പിന്നെ നമ്മൾ ഉപ്പും ഷുഗറും കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബ്ലാക്ക് സോൾട്ട്, പിന്നെ കുറച്ച് ഷുഗർ പൗഡർ, നമ്മൾ കുറച്ച് ടേസ്റ്റിൻ്റെ ഒരു വ്യത്യാസത്തിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് മീൻസ് 2 തരി ഇടാവുക. അപ്പം നമ്മൾ ഇതിലോട്ട് ആദ്യം ആഡ് ചെയ്യുന്നത് ആപ്പിൾ ആഡ് ചെയ്യാം. അതിൽ കുറച്ച് പ്രൊമോഗ്രനേറ്റിൻ്റെ വിത്ത് വീണിട്ടുണ്ട്, കുഴപ്പമില്ല. ഇത് മിക്സ് ചെയ്യാനുള്ളതാണ് ഒരുമിച്ച്. ആപ്പിൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പഴം എടുത്തിട്ടുള്ളൂ, ചെറിയ, ഇത് റോബസ്റ്റ പഴമാണ്. പിന്നെ ഇതിലോട്ട് ഇടുന്നത് നമ്മൾ പൊമഗ്രനേറ്റ്. പൊമഗ്രനേറ്റിന് മാതുള നാരങ്ങ എന്ന് പറയും, അതാണ്. അത് കുറച്ച് ഇട്ട് മതി, നല്ല മധുരമുള്ള അത് കാരണം. പിന്നെ ഇതിലോട്ട് കുറച്ച് നമ്മൾ തൈര്, 2 സ്പൂണ് തൈര്. അത് പുളിയും ഇത് വേറെ ഒന്നും ഇതിലോട്ട് ആഡ് ചെയ്യുന്നില്ല. നമ്മൾക്ക് വീട്ടിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നൊരിതാണ്. ഇതിലൊരു നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന ഒരു സാധനം ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇത് ഫ്രഷ് ക്രീം ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്, മേടിച്ചതല്ല. അത് പാലിൽ നിന്ന് നമ്മൾ പാടയെടുത്ത് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇനിയിപ്പോൾ ഇതിലോട്ട് ഇടാനുള്ളത് നമ്മൾക്ക് കുറച്ച് ബ്ലാക്ക് സോൾട്ട് പറഞ്ഞാൽ ഇവിടെ കാലിന് ഇത് ഇങ്ങനത്തെയാണ് ബ്ലാക്ക് സോൾട്ട് പറയുന്നത്. ഇത് ഫ്രൂട്ട്സിലൊക്കെ ഇട്ട് കഴിക്കാനും പറ്റും നമുക്ക്. പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം. കുറച്ച് ഇട്ടാൽ മതി. ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് പിള്ളേർക്ക് കഴിക്കാനൊക്കെ. ഐസ്ക്രീമും അതൊന്നും വെളിയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണിത്. പിന്നെ ഇതിലോട്ട് കുറച്ച് ഷുഗർ മീൻസ് നമ്മൾക്ക് ആവശ്യമുള്ളത് ഇട്ടാൽ മതി കേട്ടോ. ഷുഗർ പൊടിച്ചതാണിത്, ഷുഗർ പൗഡറാണ്. അപ്പോൾ ഇതിട്ടു. പിന്നെ നമ്മൾ ഇതിലോട്ട് ഇടാൻ പോകുന്നത് കുറച്ച് പെപ്പർ, കുറച്ചിട്ടാൽ മതി. ടേസ്റ്റിനൊരു ഡിഫറെൻറ്റ് ടേസ്റ്റിന് സാധനം. കാരണം അതിൽ ചില ആൾക്കാർ നമ്മുടെ കറിയാമ്പൂവിൻ്റെ പൗഡറൊക്കെ ഇടും, അതൊന്നും വേണ്ട. ഇത് നമ്മൾ ഒന്ന് മിക്സ് ചെയ്യണം നല്ലപോലെ. ഇത് നമ്മൾ സ്റ്റവ് കത്തിക്കൊന്നും വേണ്ട, നമുക്ക് എളുപ്പം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് പാൽ ആഡ് ചെയ്യാം, കുറച്ച് കൂടുതൽ വേണ്ട. നമ്മൾക്ക് തോന്നുന്നത് കുറച്ചൊരു ക്രീം പരുവത്തിലാണ് വേണ്ടത്, അത് കാരണം. ഇതിൽ വേണമെങ്കിൽ നമ്മൾക്ക് റൂഅഫ്സേൻ്റെ സിറപ്പ് ഒഴിക്കാം, തേൻ ഒഴിക്കാം. നമുക്ക് എന്താ കഴിക്കാൻ ഇൻട്രസ്റ്റ് വെച്ചാൽ അത് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഗ്രേപ്സ് ആഡ് ചെയ്യാം, വേണ്ട ഫ്രൂട്ട്സ്. പക്ഷെ ഞാൻ ഇവിടെ വീട്ടിലുണ്ടാക്കുന്നത് ഇത്രയും ഫ്രൂട്ട്സ് വെച്ചിട്ടാണ്. ബാക്കിയുള്ള മുന്തിരിങ്ങ കിടുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒക്കെ കുരു പോകും അതിനകത്ത്. പക്ഷെ ചിലപ്പോൾ അത് കടിക്കുമ്പോൾ ഇഷ്ടമായില്ല. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നോർമലായിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഫ്രൂട്ട്സ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇന്ന് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഇത് ഫ്രൂട്ട് സലാഡാണ്. അത് ഇങ്ങനെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കണം. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളും എനിക്ക് സജഷൻ തരണം കമൻറ്റ് ബോക്സിൽ വന്നിട്ട്. ഇനി മുന്നോട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൂ നിങ്ങൾക്ക് സജഷൻ തന്നാൽ ഞാൻ അതുപോലെ മുന്നോട്ട് പോകുന്നതായിരിക്കും.